ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങച്ചാറാണ് കേട്ടോ. മാങ്ങച്ചാർ എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കാം, അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു രീതിക്ക് നിങ്ങൾ മാങ്ങച്ചാർ ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് കാലം മാങ്ങച്ചാർ കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മാങ്ങച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു വലിയ 10 മാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ആണ് കേട്ടോ. നല്ല പുളിയുള്ള അച്ചാറിടാൻ പറ്റിയ നല്ല മാങ്ങ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ മാങ്ങ എടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ നന്നായി തുടച്ചിട്ട് വേണം മാങ്ങ എടുത്ത് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. മാങ്ങ എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കട്ടിംഗ് ബോർഡിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അംശം തീരെ പറ്റില്ല കേട്ടോ. വെള്ളം നന്നായി തുടച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് നമ്മളത് തുടച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ ഇടുന്ന പാത്രത്തിലും ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതാ കട്ട് ചെയ്തതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് അനുസരിച്ചായിരിക്കണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. കുറച്ച് മാങ്ങാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നമ്മളിത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അടച്ചു വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഈ മാങ്ങ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതാ വായിൽ വെള്ളം വരുന്ന രീതിയിലാണ് നമ്മൾ മാങ്ങ കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാർ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ടിപ്സായി. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളി ചെറുതായി ഒന്ന് കുത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചിയും ഒന്ന് കുത്തിയെടുത്തിട്ടുള്ളതാണ്, അതും ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊടിച്ചത് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊടിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ആയിക്കോട്ടെ, കുറേ മാങ്ങ ഉള്ളത് കാരണം ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം മാങ്ങ കട്ട് ചെയ്തത് ഉപ്പിട്ട് വെച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂറി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ഒഴിവാക്കണ്ട, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മാങ്ങ ഉള്ളത് കൊണ്ട് ഈ മാങ്ങക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഈ മസാലയിലൊക്കെ നല്ല രീതിയിൽ പിടിക്കും കേട്ടോ. പിന്നെ എനിക്ക് ഈ അച്ചാറിൽ കുറച്ച് മധുരം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ 2 അച്ചിശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ആവശ്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതവിടെ അച്ചിശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിവിടെ മാങ്ങ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം, 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം മാങ്ങൻ്റെ സീസണാണ് ഇപ്പം, പച്ചമാങ്ങ എല്ലാം എല്ലായിടത്തും ഒരുപാട് കിട്ടുന്ന സമയമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യാം. ഈ വിനാഗിരി ആഡ് ചെയ്യാതെയും നമ്മൾ ഈ അച്ചാർ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചൂടോടുകൂടെ നമ്മളിത് അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെക്കുമ്പോൾ അതിൽ വിയർപ്പൊക്കെ ഇറങ്ങി അച്ചാർ കേടുവരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അച്ചാർ വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലെടുക്കുക. നനഞ്ഞ സ്പൂണുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. പിന്നെ തണുപ്പുള്ള ഭാഗത്ത് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് വെക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അച്ചാർ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം.